ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ വിളിച്ച മൂന്നാം വട്ട ചർച്ച ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ നടക്കുന്ന ചർച്ചയിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 53-ാം ദിവസവും തുടരുകയാണ്. വിശദാംശങ്ങളുമായി സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിൽ നിന്നും PS വിനയ ചേരുന്നു. വിനയ, 53 ദിവസമായി തുടരുന്ന രാപ്പകൽ സമരം, അതിനിടയിൽ നിരാഹാര സമരം, മുടിമുറിക്കൽ സമരം, അങ്ങനെ നിരവധി സമര പരമ്പരകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറുന്നു. ഇതിനിടയിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഇത് മൂന്നാം ഘട്ടമാണ്. ഇത്തവണയെങ്കിലും അനുഭാവപൂർണമായ ഒരു നിലപാടുണ്ടാകുമെന്നാണോ സമരക്കാരുടെ പ്രതീക്ഷ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സമരക്കാർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ചർച്ചയ്ക്ക് പോയിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനവും പ്രതീക്ഷയും എല്ലാമാണ് ചർച്ചയെക്കുറിച്ചുള്ളത് എന്നാണ് ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. ആശാ വർക്കേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PK സദാനന്ദൻ, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദു, വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള മിനി, റോസമ്മ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവരെ കൂടാതെ മറ്റ് ട്രേഡ് യൂണിയനുകളായിട്ടുള്ള CITU, INTUC, HMS, BMS, AITUC തുടങ്ങിയ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 21,000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം. ഈ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും ആശാവർക്കർമാർ മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യങ്ങളിൽ ഊന്നിയുള്ള ചർച്ചയാണ് ആവശ്യമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ടിരുന്നു. അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച വിഷയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ ഈ ആശാ വർക്കർമാരെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഈ സമരം ഏത് രീതിയിലും ഒത്തുതീർപ്പാക്കി ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് ഈ സമരത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അനന്ത് സൂചിപ്പിച്ചതുപോലെ സമരം 53-ാം ദിവസമാണ്. അതോടൊപ്പം തന്നെ നിരാഹാര സമരം, റിലേ നിരാഹാര സമരമാണ് സമരക്കാർ നടത്തുന്നത്. അത് 15-ാമത്തെ ദിവസമാണ്. ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം CPM-ന് മുകളിലും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് മുകളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സമരം ഏത് രീതിയിലും ഒത്തുതീർക്കണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ചർച്ചകളിലാണ് നിലവിൽ സമരം മുന്നോട്ട് പോകുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ യൂണിയൻ നേതാക്കളും മന്ത്രിയുമായിട്ടുള്ള ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിനയ, ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അനുഭാവപൂർണമായ യാതൊരു നിലപാടും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മന്ത്രി ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറായില്ല എന്നൊരു ആരോപണം കൂടി കഴിഞ്ഞ തവണ ആശാവർക്കർമാർ ഉന്നയിച്ചിരുന്നു. ഇത്തവണ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലൊരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 തവണയും ചർച്ചയ്ക്ക് പോയപ്പോൾ ആശാവർക്കർമാർ പറഞ്ഞത് മുൻവിധികളൊന്നുമില്ലാതെയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നത്. ഈ ആവശ്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അതിൽ പ്രതികരണം ആരാഞ്ഞുള്ള ചർച്ചയ്ക്കാണ് ഞങ്ങൾക്ക് താല്പര്യം. അതിനപ്പുറത്ത് മറ്റൊരു ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്നുമാണ് അവർ പറഞ്ഞത്. ആശാവർക്കർമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 2 ചർച്ചയിലും മന്ത്രി അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ സമരം അവസാനിപ്പിക്കണം, സമരം അവസാനിപ്പിച്ച് നിങ്ങൾ തൊഴിലിലേക്ക് മടങ്ങണം, വീടുകളിലേക്ക് മടങ്ങണം, ആവശ്യങ്ങൾ അനുഭാവപൂർണ്ണം പരിഗണിക്കാം, സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം മാത്രമാണ് മന്ത്രി മുന്നോട്ട് വെച്ചത്. മറിച്ച് ഈ ഉന്നയിച്ച ആവശ്യങ്ങളിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നടത്താനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടികൾ എടുക്കാനോ നൽകുന്ന ഒരു സൂചന മന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നാണ് ഈ കഴിഞ്ഞ 2 തവണയും ആശാവർക്കർമാർ പറഞ്ഞത്. പക്ഷേ ഇത്തവണയും ചർച്ചയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് തികഞ്ഞ പ്രതീക്ഷയോടുകൂടിയായും ആണ് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടിരുന്നു, വിഷയങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ ആവശ്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് വാക്കാൽ മാത്രം പോരാ, രേഖാപരമായി തന്നെ ആ വിഷയത്തിൽ ഒരു ഉറപ്പ് മന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും കിട്ടണമെങ്കിൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായ നിലപാടാണുള്ളത്. ഈ നിലപാട് തന്നെ വെച്ചുകൊണ്ടായിരിക്കും ചർച്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നും ആശാവർക്കർമാർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 53-ാം ദിവസവും തുടരുകയാണ്. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ അനുഭാവപൂർണ്ണമായ നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ആശാപ്രവർത്തകർക്ക് ഉള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനക്സിൽ നിന്നും PS വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.